നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് വരെ. നമുക്കിപ്പോൾ കീരിക്കാടൻ കഫേയിലാണ് കേട്ടോ വന്നേക്കുന്നത്. സൺസെറ്റ് ഇതേ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ, കുറച്ചുകൂടി സമയമുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് ബ്ലാക്ക് സാൻഡ് ബീച്ചിലാണ് കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് വർക്കലയിൽ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്ത്യ ഹോട്ടലിന്റെ നേരെ പുറകിലുള്ള ടിക്കറ്റ് ബൂത്തിലേക്കായിരുന്നു ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ട ചേച്ചിക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ, പക്ഷെ അവർ കസ്റ്റമേഴ്സിന് സെർവ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവർ ഉണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് എല്ലാം ഗംഭീരം തന്നെയായിരുന്നു കേട്ടോ. ഫോറിനേഴ്സ് ഉൾപ്പെടെ എല്ലാവരും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലിന്റെ പരിസരത്ത് നിങ്ങൾ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം. വർക്കലയിലെ ഫസ്റ്റ് ഡേ വ്ലോഗ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വാച്ച് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിത് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ 11 മണി വരെയാണ് ടൈമുള്ളൂ. 11 മണി ആകുമ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. പിന്നെ സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നൈസായിരുന്നു. പിന്നെ നമുക്ക് പുറത്തേക്കും കൂടി ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വിഷ്വൽസൊക്കെ ഒന്നുകൂടി കാണിക്കും. കാരണം നമ്മൾ ഇന്നലെ നൈറ്റിലെ വ്യൂ അല്ലേ കണ്ടത്, അപ്പോൾ മോർണിംഗിലെ വ്യൂ ഒക്കെ നമ്മൾ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. വർക്കലയിൽ ചെന്നപ്പോൾ മുതൽ എനിക്ക് കോൾഡും കഫും ഒക്കെ ആയിരുന്നു കേട്ടോ. സോ അതിൻ്റെ ഒരു ക്ഷീണവും ഡൾനെസ്സും ഒക്കെയാണ് കേട്ടോ എൻ്റെ ഫേസിലുള്ളത്. ഈ കാണുന്നതല്ലായിരുന്നു കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത ഇന്ത്യ ഹോട്ടലിൻ്റെ മോർണിംഗ് വിഷ്വൽസ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് നൈസ്. പിന്നെ ഈ വഴിയിൽ കൂടിയായിരുന്നു നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബൂത്തിലേക്ക് പോയത്. ഇന്ത്യ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ബീച്ചിലേക്കായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്ലാക്ക് സാൻഡ് ബീച്ചിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബീച്ചാണ് കേട്ടോ. കാരണം നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ലെങ്ത്തിൽ നമുക്ക് ബീച്ചിൻ്റെ ഫുൾ വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചേർന്ന് തന്നെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ടൊരു അക്വേറിയം വരുന്നുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഈ കാണുന്നതാണ് അക്വേറിയം. അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വളരെ ചുരുക്കം പേര് മാത്രമായിരുന്നു അക്വേറിയത്തിലേക്ക് വരുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആണെന്ന് പറയുന്നില്ല കേട്ടോ. നമ്മൾ ആ ബീച്ചിൽ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോകാവുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ കുട്ടികളെയും കൊണ്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അക്വേറിയം കാണുമ്പോൾ കുറച്ചുകൂടി കൗതുകം ഉണ്ടാവും. അക്വേറിയത്തിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്ന കുട്ടികളുടെ ഒരു ചെറിയ പാർക്കായിരുന്നു കേട്ടോ ഇത്. പക്ഷെ അവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പിന്നെ അധികമൊന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്തത്. സെക്കൻഡ് ഡേ ഞങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാറ്റിൽ ഹോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോം സ്റ്റേയിലായിരുന്നു. ഇപ്പോൾ ഇത് ഈവനിങ് ആയിട്ടുണ്ട്. ഈവനിങ് ആയപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവാണ് സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നൈറ്റ് ഫുൾ നമ്മൾ ഇന്ന് ക്ലിഫിൻ്റെ അവിടെ പരിസരങ്ങളൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി തന്നെയാണ് പ്ലാൻ കേട്ടോ. ഇത് ഇന്നലെ ക്ലിഫിൻ്റെ അവിടെ നിന്ന് പോയപ്പോൾ ഞാൻ വാങ്ങിച്ചൊരു ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചെയിനും അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ക്ലിഫിനോട് ചേർന്ന് തന്നെ നടക്കുന്ന പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. വണ്ടി നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷമാണ് ക്ലിഫിലേക്ക് പോയത്. ക്ലിഫിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയായിട്ട് നമുക്ക് ഇത്ര നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല കാറ്റൊക്കെ ആയിട്ട് ടോപ്പിൽ നിന്നുകൊണ്ടുള്ള വ്യൂ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട് കൂടിയായിരുന്നു അത്. സോ ഈ കാണുന്നതാണ് നമ്മുടെ ക്ലിഫിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്ന കഫേ ഈ കാണുന്നതാണ് കേട്ടോ. സൺസെറ്റ് ഇതേ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ, കുറച്ചുകൂടി സമയമുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ഒരു കാര്യം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് വന്നാലാണ് കേട്ടോ നമുക്ക് ശരിക്കും ഒരു വൈബ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഓണായിട്ട് നൈറ്റിൽ വൈബ് ഒരു വേറെ തന്നെയാണ്. നമുക്കിപ്പോൾ വന്നപ്പോൾ ആ ഒരു ഫീൽ അങ്ങോട്ട് കിട്ടുന്നില്ല. പിന്നെ ബീച്ചിലൊക്കെ ഇപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. നിറയെ ആൾക്കാർ ഇതേ ബീച്ചിലേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നെ കുറേ ആക്ടിവിറ്റീസ് കൂടി ഉണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത്. 2 സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. മുകളിൽ സ്റ്റെപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വഴി ഇറങ്ങിയായിരുന്നു, അത് കുറച്ച് പാടാണ് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറൊരു വഴി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം താഴെ ഇറങ്ങി സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഇന്ന് ഇറങ്ങി വന്ന വഴി കൊള്ളാം കേട്ടോ, അത്ര പാടൊന്നുമില്ല ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് റോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ വേണം തോന്നുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതെ,
അത്യാവശ്യം നല്ല പാടായിരുന്നു. ഇറങ്ങാൻ പിന്നെയും കുഴപ്പമുണ്ടില്ല, കയറി മേളിൽ ചെന്നപ്പോഴത്തേക്കും കരച്ചിട്ട് ഇടപാട് തീർന്നിട്ടുണ്ടായിരുന്നു. ഇറങ്ങി വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. പിന്നെ ഇത് ഇവിടെ കുറച്ച് ഇങ്ങനെ അവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് നമ്മൾ ഇറങ്ങരുതെന്ന്, സ്വിം ചെയ്യരുതെന്നൊക്കെ ഒരു വാർണിംഗ് ബോർഡ് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ, എല്ലായിടത്തും നല്ല റഷാണ്. പക്ഷെ നമുക്ക് വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ കുറേ റീൽസിനൊക്കെ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ വന്ന സമയത്ത് ഇവിടെ അധികം തിരക്കൊന്നുമില്ലായിരുന്നു, നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് കിട്ടി കേട്ടോ, സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതേ ഇപ്പോൾ പയ്യെ പയ്യെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നൈറ്റ് ആംബിയൻസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മുകളിലേക്കൊന്ന് കയറി പോകണം. പിന്നെ നാളെ മോർണിംഗ് നമുക്കൊരു ഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റുന്ന കോസ്റ്റ്യൂം ഇവിടെ എവിടെയെങ്കിലും കിട്ടുമെന്നും കൂടി ഒന്ന് നോക്കണം. ഗൈസ്, നമ്മളപ്പോൾ ഇങ്ങനെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ഇപ്പോൾ കഫേ ഇറ്റാലിയനോയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അത് എൻ്റെ നേരെ ബാക്കിലേക്ക് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇപ്പോൾ അധികം രാത്രി ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ അധികം റഷൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു സൈഡ് വ്യൂ തന്നെ കിട്ടി കേട്ടോ. നല്ല കിഡ്ലൻ ആംബിയൻസ് ആണ് ഇത്. നാച്ചുറലായിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതേ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും അവരങ്ങനെ വെട്ടിയിട്ടില്ല, അത് വച്ചിട്ട് തന്നെയാണ് ഫുള്ളി ഇവിടെ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിലിങ്ങനെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു പിസ്സ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു ചിക്കൻ ടിക്ക, പിന്നെ നമുക്ക് എവിടെ പോയാലും നമ്മൾ ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് 2 ചായയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ യൂഷ്വലി കേട്ടിട്ടുണ്ട് ഇവിടെ റേറ്റ് ഭയങ്കര കത്തിയാണെന്നൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കൊച്ചിയിലൊക്കെ കഫേയിലൊക്കെ പോകുന്നതുകൊണ്ട് അവിടത്തേക്ക് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഒത്തിരി ഓവർ റേറ്റ് ആയിട്ടൊന്നും തോന്നില്ല കേട്ടോ, അങ്ങനെ ഒത്തിരി കത്തിയായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ആംബിയൻസ് ആണ് ഇവിടുത്തെ മെയിൻ, പൊളിയാണ്, ഒരു രക്ഷയില്ല, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ഫുഡ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം. നല്ല ആംബിയൻസ് ആട്ടോ, അവർ ഓരോ സ്ഥലത്തും ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബുദ്ധയുടെ ഒരു സ്റ്റാച്ചു വരുന്നുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഡൈനിങ് സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറയെ സീറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്കിത് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഇതുപോലത്തെ കുറേ അധികം നല്ല സ്പോട്ടി കഫേയുടെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫുഡ് എത്തിയിട്ടോ, കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫുഡ് നല്ല ഗംഭീര സെറ്റപ്പായിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ഇത്ര വലുതായിരിക്കും എന്ന് വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ ചെറിയ ഈവനിങ് ആയിട്ട് ചെറിയ സ്നാക്സ് കഴിക്കുക എന്നുള്ള രീതിയിൽ കയറുന്നത്. പക്ഷേ ഇപ്പോൾ ക്വാണ്ടിറ്റി കണ്ടിട്ട് തോന്നുന്നു ഇത് രണ്ടും കഴിക്കുമ്പോഴത്തേക്കും നമുക്കിനി രാത്രി ഒന്നും വേണ്ടാന്ന് തോന്നുന്നു. ചിക്കൻ ടിക്കൻ കണ്ടോ, നൈസായിട്ടുണ്ടല്ലേ, സാലഡ്സും എല്ലാ കാര്യങ്ങളും ഒപ്പം തന്നെ ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കട്ടെ, ചൂടുണ്ടാവുമോ എന്നറിയില്ല. സ്പൂണ് അടിപൊളിയാട്ടോ. ചിക്കൻ കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്നതിൽ ഡിപ്പ് ചെയ്യാം. അത്യാവശ്യം നല്ല സ്പൈസിയാണ്, കൊള്ളാട്ടോ.
ഈ കാണുന്നത് കഫേയുടെ താഴെ തന്നെയുള്ളൊരു സ്പേസ് ആണ് കേട്ടോ. ഇവിടെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർ കൂടുതലും ടോപ്പിൽ തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. നമ്മളിത് ഇപ്പോൾ കീരിക്കാടൻ കഫേയിലാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മൾ അത്യാവശ്യം നടന്ന് നല്ല രീതിക്ക് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രഷ് ലൈൻ കുടിക്കാമെന്ന് ഓർത്ത് നമ്മൾ വരുന്ന വഴിക്ക് തന്നെയുള്ളൊരു കഫേയാണ് കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് ഒരു ആംബിയൻസ് ആണ് കേട്ടോ. നമുക്കൊരു ഹൊറർ ഫീലൊക്കെ തോന്നുന്ന ഒരു ടൈപ്പ് ആംബിയൻസ് ആണ്. മ്യൂസിക് ആണെങ്കിലും അങ്ങനത്തെയാണ്. പിന്നെ ഇവിടെ സെർവ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ആ ഒരു രീതിക്കാണ് കേട്ടോ ഡ്രസ്സപ്പ് ചെയ്തേക്കുന്നതും. ബ്ലാക്ക് ഹാറ്റൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക ആംബിയൻസിലാണ് ഫുൾ സെറ്റപ്പ് ഇവിടെ. നമുക്ക് ജസ്റ്റ് റീഫ്രഷ്മെൻറ്റിന് ലൈക്ക് ഷേക്സോ ജ്യൂസസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കയറാൻ പറ്റുന്ന ഒരു ചെറിയ കടയാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി ഓവർ സ്പേസ് ഉള്ള അങ്ങനത്തെ ഒരു കടയൊന്നുമല്ല. കുടിച്ചോ? ഷുഗറും ഉപ്പും മിക്സ് ആണ് കേട്ടോ പറഞ്ഞത്. രാത്രിയിലെ കറക്കെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കണ്ണാണ് കേട്ടോ നമ്മൾ സെക്കൻഡ് ഡേ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീനും സ്പേഷ്യസോടൊക്കെ കൂടിയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം സ്റ്റേ തന്നെയായിരുന്നു കേട്ടോ ഇത്. മോർണിംഗ് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൂട്ടിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ബീച്ചിലേക്ക് പോരുകയാണ് ചെയ്തത്. ഈ കാണുന്ന ഡ്രസ്സ് ഞാൻ ഇന്നലെ ക്ലിഫിൻ്റെ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം നല്ലൊരു ഗംഭീര ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ. നമ്മൾ ബീച്ചിൻ്റെ പേരെന്തായിരുന്നു? കാപ്പിൽ ബീച്ച്. അത്രയും പോകണമെന്ന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ഒരു ചെറിയൊരു ബീച്ചിന് ശരിക്കുള്ള ബീച്ചിന് കുറച്ച് മുന്നേ ആയിട്ടൊരു ഇതുണ്ട്. അവിടെയായിരുന്നു നമ്മുടെ ഷൂട്ട്. നല്ല കിടിലൻ ഷൂട്ടായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മൾ കൊല്ലത്ത് തന്നെയുള്ള ഒരു രാജേഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു നമ്മുടെ ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടീമായിരുന്നു കേട്ടോ. നമ്മൾ പോയത് അത്യാവശ്യം ഒരു വെളുപ്പിനാണ്, ഒരു 7 മണി 7:15 ആ സമയത്തായിരുന്നു നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞിങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ കാട്ടിൽ ഹോംസിലായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ റൂമിൽ ചെന്നിട്ട് നമുക്ക് 11 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ സമയം ഒരു 9:15 ആയിട്ടുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കലയിലെ വിശേഷങ്ങൾ ഇന്നത്തെ ദിവസം കൊണ്ട് തീരുകയാണ്. നമ്മളിനി റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വർക്കല വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.